എവിടെ ആയിരുന്നല്ലോടെ? നിനക്ക് ഈ കണ്ടക്ടർ എങ്ങനെയാ പരിചയം? അത് ഞാൻ പണ്ട് വർഷാപ്പിൽ പോയിരുന്ന സമയത്ത് ഇയാള് പണിയെടുത്തിരുന്ന ബസ് അവിടെ റിപ്പയറിന് വരും. അന്നേ ഇയാള് ഭയങ്കര മോഷണമായിരുന്നു. മോഷണമായിരുന്നെന്ന് ഒരു 3-4 ബസ് മുതലാളിമാരെയെങ്കിലും ഈ രാഘവൻ കുത്തുവാളെടുപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ചെക്കിംഗ് ഇൻസ്പെക്ടർ മുമ്പ് നിൽക്കുമ്പോഴല്ലേ ടിക്കറ്റ് കൊടുക്കാൻ കാശ് വാങ്ങിക്കുന്നു. അതൊക്കെ ഒരു നേക്കടേ. നമ്മൾ സത്യസന്ധന്മാരെ കൊണ്ടൊന്നും പറ്റത്തില്ല. നിന്നെ കൊണ്ട് പറ്റൂടാ. എന്നാ ഞാൻ എന്നേ രക്ഷപ്പെട്ടു പോയെന്ന്. എങ്ങോട്ടാ? ഇങ്ങോട്ട് വാടേ. രാഘവേട്ടനെ കാണാൻ തന്നെ. എന്താ വിശേഷം? ഒരു കോളുണ്ട്. എന്ത് കോള്? എല്ലാം പറയാം വാ. ഇതിനൊന്ന് കെട്ടിക്കോട്ടെ ഈ സാധനത്തിന്. പിന്നെ അല്ല, ഇപ്പൊ ഏതെങ്കിലും ബസ്സിലെ കണ്ടക്ടർ ആണോ? മതിയുടെ, ഇനിയൊന്ന് വിശ്രമിക്കണം. ആവശ്യത്തിലേറെ സമ്പാദിച്ചു കാണും. കുഴപ്പമൊന്നുമില്ല. ഒരു 10-15 പശുക്കളുണ്ട്, 2 ഏക്കർ നെൽപ്പാടം വിലക്ക് മേടിച്ച്. പക്ഷെ 2 ലക്ഷത്തിന്റെ വീട് പ്ലാൻ ചെയ്ത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴാ MP ട്രാൻസ്പോർട്ടുകാർ എന്നെ പിരിച്ചുവിട്ടത്. വീട് പാതി നിൽക്കുക. ഇതേതായി പുതിയ കുരിശ്? ചിരിക്കല്ലേ. ഇത് നമ്മുടെ സ്വന്തമാണ് തന്നെ. ഹലോ. അല്ല, കൊള്ളാം. എന്തിനാ പിരിച്ചുവിട്ടത്? സംശയത്തിന്റെ ബലത്തിലായിരിക്കും. അല്ലാതെ ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ എന്നെ പിരിച്ചുവിട്ടല്ലെന്ന്. ഞാൻ റൂട്ടിൽ പോകുമ്പോ മാത്രം എന്താ കളക്ഷൻ കുറയുന്നേന്നൊരു സംശയം. ചെക്കിംഗ് ഇൻസ്പെക്ടർമാർ 18-19 നോക്കി എന്നെ കൈയോടെ പിടിക്കാൻ. സാധിച്ചില്ല. എന്നാ വീട് പണി നിർത്തിയെടുത്തു വീണ്ടും തുടങ്ങാം. ഞങ്ങളുടെ റൂട്ടിൽ ഒരു ബസ് ഓടാൻ പോകും. അല്ല, എന്നെ പറ്റി അറിയാവുന്ന ആരെങ്കിലും എന്നെ കണ്ടക്ടർ ആക്കൂ. അല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതെന്താണെന്നറിയാമോ? മനസ്സിലായില്ല. ഇത് പുതുക്കാട് MLA റെക്കമെൻഡേഷൻ ലെറ്ററാണ്. ഈ ബസ് ഉടമ തങ്കപ്പൻ നായർക്ക് മൂർഖൻ പാമ്പിനേക്കാൾ പേടിയാണ് രാഷ്ട്രീയക്കാര്. ഈ പുതുക്കാട് MLA എന്തിനാ എന്നെ റെക്കമെൻഡ് ചെയ്യുന്നേ? കത്ത് തീരുവൊക്കെ ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയതല്ലേ? നേരാണോ? അതെയോ? രാഘവേട്ടൻ നാളെ തന്നെ മൊലാളുടെ വീട്ടിൽ വരണം. ഇന്റർവ്യൂ ഉള്ളതാ. ശരിയാവോ? അതാ ഞങ്ങളിവിടെ ഒരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. അതിനിടയ്ക്ക് കച്ചകച്ചൊന്നും പറയണ്ട. എന്റെ അമ്മയുടെ ഭാവ. പറ. ശരിയാവുന്നേ. ചേട്ടന്റെ വീട് പണി പൂർത്തിയാക്കണ്ടേ? വേണ്ടേ? തനിക്ക് ഈ മുതലാളിയോട് വലിയ വെറുപ്പല്ലേ? അതെന്താ? അല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്നെ കണ്ടക്ടർ ആക്കുന്നത്? പിന്നെ ഞാൻ പിന്നെ നീ ഇരിക്കാനാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. ഞങ്ങള് ഫ്രണ്ട്സാ. നീ ഇപ്പൊ പരിചയപ്പെട്ടതല്ലേ ഉള്ളൂ. അല്ല പോയി ഞാൻ പോട്ടെ. അല്ലാതെ പിന്നെ വലിയ വലിയ ആൾക്കാർ ചിരിക്കുന്നിടത്ത് ഒപ്പം ചിരിക്കാൻ വന്നിരിക്കുന്നത്. പവിത്ര എവിടെ പോയി? മുടിയാൻ പറഞ്ഞവനെ എടാ, നീ ഒരു കാലത്ത് ഗുണം പിടിക്കില്ലടാ. വേണ്ട. പക്ഷെ എന്റെ ജീവിതകഥ ഈ നാട്ടിലെ അച്ഛനമ്മമാർക്ക് ഒരു പാഠമായിരിക്കണം. ഞാൻ എങ്ങനെ ഒരു തേങ്ങാമോഷ്ടാവായി? ഇന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാടാ. നിന്റെ അച്ഛനിങ്ങ് വരട്ടെ. എന്റെ അച്ഛൻ എന്ന് പറയുന്നത് വരട്ടെ. കംപ്ലീറ്റ് ആയിട്ട് വരട്ടെ. പ്രായപൂർത്തി ഓട്ടവാശമുള്ള ഒരു ചെറുപ്പക്കാരന്റെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ആ മനുഷ്യനെ ഉണ്ടല്ലോ, ഞാനും ഒന്ന് കാണാനിരിക്കുക. അയ്യോ പോയോ ഈശ്വരാ, ഇങ്ങനെ ഒരുത്തനാണല്ലോ എന്റെ വയറ്റിൽ ജനിച്ചത്. തേങ്ങ ആയിരിക്കും. അല്ല, പശുവിനായി. വേണ്ട. അല്ല, കുറച്ച് കൊണ്ടുപോ. വേണ്ട. അയ്യാണ്. ഒന്നുമില്ലേ? എന്തോന്ന്? കയ്യിലൊന്നും ഇല്ലെന്ന്. വല്ല തേങ്ങ, കുരുമുളകോ, കശുവണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നാൽ മതി. അയ്യ, നിന്നെ പോലെ കള്ളനായി ജീവിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ നല്ലവനാകാൻ തീരുമാനിച്ചു. ഓഹോ, എന്നാ ഞാൻ വരട്ടെ. എന്റെ കൂടെ നടന്ന് നിന്റെ സൽപ്പേര് കളയണ്ട. അല്ല, കൂടെ നടക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല. എന്റെ കയ്യിലുള്ളത് കളവ് മുതലാണ്. 3 തേങ്ങ. ഇത് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് ചായ വാങ്ങിത്തന്നാ നീ കുടിക്കുവോ? കുടിക്കാം. കുടിക്കുവോ? കുടിക്കും. എന്നാ വാ, കുടിപ്പിക്കാൻ കേട്ടാ. എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ, മണി 2 ആയില്ലേ? എനിക്ക് എന്തെങ്കിലും കഴിക്കണ്ടേ? ഒരു 5 രൂപ കൊടുക്കും. വയറ് നിറച്ചു പോയി കഴിച്ചോ. മനുഷ്യനെ ഒരുമാതിരി കളിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയൊക്കെ ഉണ്ട്. ഒന്നുകിൽ നിങ്ങൾ എനിക്ക് എന്റെ കാശിത, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാം കൂടെ ചേർന്ന് എന്റെ തല്ലിക്കൊല്ല്. പണം പിരിഞ്ഞിട്ട് മാഷ പറഞ്ഞിടുക ഞങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ? മാഷെന്ന് അങ്ങനെ പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞേ? ഗാനമേള കഴിഞ്ഞിട്ട് ഇന്നേക്ക് 15 ദിവസമായി. പിരിഞ്ഞിട്ട് കാശ് നിങ്ങളെല്ലാം കൂടെ ചേർന്ന് വെള്ളം അടിച്ച് നശിപ്പിച്ചല്ലേ? എവിടെ പിരിഞ്ഞിട്ടി? മാഷ് ഗാനമേള തുടങ്ങി അവസാനിപ്പിക്കുന്നവരെ ആളുകൾ നിർത്താതെ കൂവല്ലായിരുന്നു. അത് ശരിയാ. ടിക്കറ്റ് മുഴുവൻ കടമായിട്ടല്ലേ കൊടുത്തത്. മാഷിന്റെ ഗാനമേളയുടെ ഭംഗി കാരണം ഒരുത്തനും കാശ് തന്നില്ല. അല്ല, അത് പിന്നെ സംഗീതവാസനയില്ലാത്ത മരങ്ങോടന്മാരുടെ ഇടയിൽ കിടന്ന് പാടിയതിന്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. മാഷിനിപ്പോ നാട്ടിൽ പോയിട്ട് വലിയ അത്യാവശ്യ കാര്യമൊന്നുമില്ലല്ലോ. അല്ല, ദൈവം സഹായിച്ച് ഭാര്യ ഉപേക്ഷിച്ചു പോയി.
പിടക്കോഴികളുമില്ല. മാഷ് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിന്നാൽ പല ഗുണങ്ങളും ഉണ്ടാവും. ആർക്ക് ഗുണം? മാഷിനും ഞങ്ങൾക്കും. മനസ്സിലായില്ല. മാഷ് അന്യനാട്ടുകാരനായതുകൊണ്ട് എന്റെ അമ്മാവന് ആളെ പിടികിട്ടത്തില്ല. ഞങ്ങളുടെ കല്യാണം കലക്കി ഗ്രൂപ്പിൽ മാഷിന് പല വിലപ്പെട്ട സംഭാവനകളും ചെയ്യാൻ കഴിയും. കല്യാണം കലക്ക് ഗ്രൂപ്പോ? കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങളൊന്ന് തെളിച്ചു പറ. എല്ലാം പറയാം. അതിനുമുമ്പ് നമുക്കെല്ലാം കഴിക്കാം. അത് കൊള്ളാം. നീ വല്ലതും കഴിച്ചിട്ടാവട്ടെ. സമയം ഒരുപാടായല്ലോ. ഇവന്മാര് കല്യാണം ഉറപ്പിച്ചിട്ട് ഇറങ്ങുന്നാ തോന്നുന്നത്. ദാ വരുന്നുണ്ട്. പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ. മണ്ണത്ര ഒന്നും വിളിച്ച് പറഞ്ഞേക്കരുത്. അല്ല ഞാനേറ്റ്. അവന്റെ ഒരു പ്രേമം ശരിയാക്കൂടാ. നടക്കടാ അങ്ങോട്ട്, നടക്കടാ അങ്ങോട്ട്. നിന്റെ പ്രേമം നീ നിർത്തടാ. ആ തങ്കപ്പനാരുണ്ടോ അതിനകത്ത്? ഇല്ല, വീട്ടിലുണ്ട്. എന്താ? അത് ഞാൻ അയാളോട് പറഞ്ഞോളാം. നടക്കടാ അങ്ങോട്ട്, നടക്കടാ. ചൊല്ലും വിളിയില്ലാതെ വളരുന്ന പെമ്പിള്ളാര് കണ്ണു കാണിച്ചെന്നും പറഞ്ഞ് നീ ഇവിടെ പ്രേമലേഖനം എഴുതും അല്ലേടാ? തങ്കപ്പൻ നായരുടെ മോളല്ല, ഇനി ദിവാന്തേഷ്കാരുടെ മോളായാലും ശരി. നാറിത്തരം കാണിച്ചാ ഞാൻ ചോദിക്കും. നടക്കടാ അങ്ങോട്ട്. ഇങ്ങോട്ടല്ല, അങ്ങോട്ട് നടക്കടാ. അങ്ങനെ ഇന്ന് ഞാൻ ശരിയാക്കും. ഒരു പ്രേമം. ഇന്ന് വന്നേ, എന്താ പ്രശ്നം? എനിക്കെന്ന് പറഞ്ഞൂടാ. ഇവിടുത്തെ ആ പെങ്കൊച്ചില്ലേ നന്ദിനി, ശേരമുള്ള ചേട്ടന്റെ മോന് പ്രേമലേഖനം കൊടുത്തെന്നോ അവർ ഒളിച്ചോടാൻ പ്ലാനിട്ടെന്നോ വേറെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നോ. ശേഖരമുള്ള ചേട്ടൻ ആളൊരു ചൂടനാണേ. ഞാൻ പോട്ടെ, സമയമില്ല. സാമ്പാർ പടവലങ്ങ എടി, എനിക്ക് ആവശ്യപ്പെട്ട 5 ഏക്കർ നിന്റെ അച്ഛന്റെ കയ്യിലാടി. അങ്ങനെ നിന്റെ അച്ഛൻ മാത്രം നിന്നാ പോരടി. ചുമ്മാ പടവലങ്ങ സാമ്പാർ വെച്ചു. നിന്റെ അച്ഛൻ തങ്കപ്പൻ നായർ മാത്രം ഉണ്ടാ പോരാ. പിന്നെ സാമ്പാർ കൊതിനാണെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾ എന്നാലും ദഹിക്കുമടി പടവലങ്ങയൊക്കെ. സമ്മതിക്കില്ല ഞാൻ. നോക്കിക്കോ, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. പോയി പറഞ്ഞു കൊടുക്കും. 1 2 3 4 5 6 പടവലങ്ങ 2 വെള്ളരിക്ക. തെറ്റല്ലേ? ഒന്ന് മാറിക്കോ, ഒന്ന് പോട്ടെ. എവിടേക്കാ? ഞാൻ ബോംബെക്ക് ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. ദയവായി ക്യൂ പാലിക്കുക. ദയവായി ക്യൂ പാലിക്കുന്നില്ല. എനിക്ക് ഈ കത്ത് മുതലാളിക്ക് കൊടുക്കണം. അതിനുവേണ്ടി വന്നതാ. ഞാൻ ഒന്ന് പോട്ടെ. ഇതൊരു സർക്കാർ ആഫീസ് അല്ല. എടോ, അതിന് ഞാൻ എന്ത് വേണമെന്ന്? പിൻവാതിലൂടെ ഒരുത്തിനെയും വിടില്ല. എനിക്ക് ചെവി കിട്ടൂടെ? ഞാൻ പൊട്ടനാ. മാറിക്കോ. ആഹാ, നിനക്കെന്നെ മനസ്സിലായില്ലല്ലേ? ഞാൻ മനസ്സിലാക്കി. മുണ്ടഴിച്ചോ? നീ അയക്കാൻ മുണ്ട് കഴിക്കാം. ആദ്യം മുണ്ട് നീ അയക്കാൻ മുണ്ട്. അങ്ങനെ പറ. ഇത് പുതുക്കാട് MLA കത്താ. MLA കത്തോ? നേരത്തെ പറയണ്ടേ? അതല്ലേ നേരത്തെ പറഞ്ഞത്. നീ ചിരിക്കണ്ട. നീ ചിരിക്കാറാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. അല്ലേ, അതിപ്പോ തങ്കപ്പൻ നായരുടെ വീട്ടിലേക്കുള്ള വഴി അവനറിയാം. പറഞ്ഞു കൊടുക്കട്ടെ. ഇവിടുന്ന് നേരെ പോയി കഴിഞ്ഞാൽ വലത്തോട്ടൊരു വഴി കാണും. അതിലേ പോകരുത്. ഇടത്തോട്ട് പോകുമ്പം ഒരു 2 ഫർലോങ് പോകുമ്പം വീണ്ടും വലത്തോട്ടൊരു വഴി കാണും. അതിലെ 3ാമത്തെ വീടാണ് തങ്കപ്പൻ നായരുടെ വീട്. താങ്ക്സ്. ശരി. പാവം, എങ്ങനെ കഴിഞ്ഞിരുന്ന ആളാ. ഇപ്പൊ സ്വത്തെല്ലാം ജപ്തി ചെയ്യാൻ പോവാണത്രേ. ആളുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്. നീ എന്തിനാ വെറുതെ ജപ്തിയുടെ കാര്യമൊക്കെ ഇവരോട് പറയുന്നത്? ഇവരൊന്നും അറിഞ്ഞിട്ടില്ല. സ്ഥിതിക്ക് ഇഷ്ടം പോലെ ആയിക്കോട്ടെ, അത് അവരുടെ കാര്യം. ഒന്ന് ചോദിച്ചോട്ടെ? അല്ല, തങ്കപ്പൻ നായരെ പറ്റി ആണെങ്കിൽ അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. മകളെ പെണ്ണ് കാണാൻ പോവാണേ. ചെറുക്കൻ ഗൾഫിലാ. ദാരിദ്ര്യവാസികളുടെ ഇടയത്തിന് ചാണ്ട കാര്യം ഇവനില്ല. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ അറിയും. എന്തോ നിങ്ങളുടെ മുഖത്ത് നോക്കി കള്ളം പറയാനും തോന്നില്ല. ഒരു പെൺകുട്ടിയുടെ ഭാവിയുടെ പ്രശ്നമാണേ. തങ്കപ്പൻ നായർ എന്നെ എല്ലാ സത്യവും നിങ്ങളോട് പറയും. ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? നിങ്ങൾ കല്യാണ പാർട്ടീസ് ആണെന്ന് പറയണ്ട. വെറുതെ സ്വത്തുവരെ അന്വേഷിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയാണെങ്കിൽ എല്ലാ കാര്യവും തങ്കപ്പൻ നായർ എന്നെ തുറന്നു പറയും. ഓഹോ, പോകാം. ശരി. അങ്ങനെ താങ്ക്സ്. നീ ചിരിക്കണ്ട. നീ ചിരിക്കാറാകുമ്പോ ഞാൻ പറയാൻ കേട്ടോ. മുണ്ട വെച്ചോ കൊഴങ്ങ. വണ്ടിയിൽ തുണിയിലാണ്ട് ഒത്തിരിക്കുക. ആരെന്ന് പറഞ്ഞാലും ശരി, അദ്ദേഹം വരാതെ വണ്ടി വിടാൻ ഒക്കൂല. അല്ല, അദ്ദേഹം വരാൻ താമസം ഉണ്ടെങ്കിലേ ഞാൻ പോയി ഒരു ചായ കുടിച്ചോണ്ട് വന്നാലോ? ഇദ്ദേഹം ചായ കുടിക്കാൻ പോകുമ്പോഴേ അദ്ദേഹം വന്ന് കേറിയാലോ? എന്ത് ചെയ്യും? നിങ്ങളൊന്ന് വിളിക്കുന്നേ. വലിയ വലിയ ആളുകളെ വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ വിളിക്കാൻ പാടില്ല. തെറ്റാ. യു അണ്ടർസ്റ്റാൻഡ്? ടിക്കറ്റ് എടുക്ക. ഒരു വേറ്റുമൽ. എന്നുമേൽ വേറ്റുമൽ. വേറ്റുമേൽ. ടിക്കറ്റ് ടിക്കറ്റ് തരാടോ. ടിക്കറ്റ് തരാനുള്ളതല്ലേ. ഞാൻ ഇവിടെ ഒന്നും വിട്ടു പോവില്ല. അപ്പൊ ഇവിടെ എവിടേക്കാ? ഒരു കാഞ്ഞാമ്പറം. കാഞ്ഞാമ്പറം 1 രൂപ. 1 രൂപ എന്നാലും മതി കേട്ടോ. 1 രൂപ മതി. അപ്പൊ ടിക്കറ്റ് എഴുതൂല. അതെന്താ? അത് ടിക്കറ്റ് എഴുതിയാൽ മുതലാളിക്ക് പോകും കാശ്. ഇതിപ്പോ 1 രൂപ എനിക്കും 50 പൈസ സാധാരണക്കാരനായ യാത്രക്കാരനും.
ഈ നാട്ടിലും സോഷ്യലിസം കൊണ്ട് മാഷേ. ആ സോഷ്യലിസം കൈയോടെ പിടിക്കാനാ ഞാൻ ടിക്കറ്റ് ബുക്ക് എന്തിനാ എന്തിനാ നിൽക്കുന്നത്? എന്താ കാര്യം? ആർക്കൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ടാന്ന് എനിക്കൊന്ന് മനസ്സിലാക്കണ്ടേ? താനാരാ എന്നെ മനസ്സിലായി? അതുകൊണ്ടല്ലേ ചോദിച്ചത്. എന്താ ടിക്കറ്റ് പരിശോധിക്കാൻ ഞാനെന്താ ചെക്കിംഗ് ഇൻസ്പെക്ടറോ? മാഷേ, നിങ്ങൾ തലയെ കൂടി മുണ്ടിട്ട് ഒരു CID പോലെ കയറി വന്ന് ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ. അതുകൊണ്ടല്ലേ അഭ്യാസം കണ്ടി കൊച്ചു കൊള്ളോ. പിന്നെ എന്റെ ഡ്യൂട്ടിക്ക് തടസ്സം വരുത്താണ്ടല്ലോ, എന്റെ വിധം മാറും ഉള്ള കാര്യം ഞാൻ ചോദിക്കണം അയാളോട്. ഇയാളെ എന്നെ അത് വേണ്ട. അയ്യോ 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 വണ്ടി പോട്ടെ.